ഇതാണ് മക്കളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചാൽ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോൽക്കാൻ സമ്മതിക്കില്ല, സമനിലയിൽ പിരിയാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഓൾഡ് ട്രാഫോർഡിലെ സ്വന്തം തട്ടകത്തിൽ ഒരിക്കലും സമനിലയിൽ പിരിയാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ തോൽവി അടങ്ങില്ല, അവസാന വിസിൽ വരെ പോരാടും. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് DNA. അത് ഇന്ന് വ്യക്തമായിട്ട് കണ്ടു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3-2 ഫുൾഹാമിനെ തോൽപ്പിച്ചു, അതും ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ട്. ഒരു വേള 2-0 ലീഡെടുത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 80 മിനിറ്റിന് ശേഷം 2 ഗോള് ഫുൾഹാം അടിച്ചിട്ട് 2-2 സമനില പിടിച്ചു. 9 മിനിറ്റ് എക്സ്ട്രാ ടൈം കിട്ടിയപ്പോൾ എക്സ്ട്രാ ടൈമിൽ ബെഞ്ചമിൻ സെസ്കോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി വിജയ ഗോൾ നേടി. അങ്ങനെ 3-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർഗ്യൂസന്റെ ടൈമിൽ എന്ന് പറഞ്ഞാൽ സർ അലക്സ് ഫെർഗ്യൂസന്റെ ടൈമിൽ, ഫെർഗ്യൂ എറ എന്നൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇഷ്ടപ്പെടുന്നവർ പറയും. ഫെർഗ്യൂ എറയിൽ എങ്ങനെയാണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചത് അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തോൽക്കാൻ മനസ്സില്ല, ആ മെന്റാലിറ്റി, സമനില വഴങ്ങാൻ മനസ്സില്ല. ഓൾഡ് ട്രാഫോർഡിൽ വന്നിട്ട് തോൽക്കുകയോ സമനില വഴങ്ങുകയോ മനസ്സില്ലാത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവസാന നിമിഷങ്ങളിൽ ഗോൾ അടിച്ച് കളിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, കളിയിൽ ജയിച്ചിട്ടുണ്ട്. അതേ ഒരു മെന്റാലിറ്റി തന്നെയാണ് ഇന്നും കാഴ്ചവെച്ചത്. മൈക്കിൾ കാരിക്കിന് കീഴിൽ തുടർച്ച